ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഐ ഡിസൈഡഡ് ടു മേക്ക് എ കേക്ക്. ഇത് ടെൻഡർ കോക്കനട്ട് ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു കേക്കാണ്. ക്രീം വളരെ കുറവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം ഒരു വെനില സ്പഞ്ച് വെച്ചു, വെറ്റ് ചെയ്തു. ഒരുപാട് ഷുഗറി ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാല് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചൊരു ലൈനിങ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെൻഡർ കോക്കനട്ട് പൾപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു സ്പഞ്ച് വെച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം കൊണ്ട് ലൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയ ഒരു ഗനാഷ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത്തവണ ഞാനത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടാണ് ചെയ്തത്. നമ്മൾ ഈ കേക്കിൻ്റെ എഡ്ജിൽ ഇങ്ങനെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു ലൈൻ പോലെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കത്തില്ലേ, അത് പുറത്തോട്ട് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ വെനില ആൻഡ് ചോക്ലേറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെച്ച് ഒരു 5 ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 2 kg ടോൾ കേക്കാണ്. സത്യം പറഞ്ഞ് ഈ ചരിവൊക്കെ കണ്ടപ്പോൾ പാളി പോകുമെന്ന് കരുതി. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നേരെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് സെറ്റ് ആയതിനു ശേഷം വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി. ഫൈനൽ ഡെക്കറേഷനൊക്കെ നെക്സ്റ്റ് വീഡിയോ